കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കല്യാണത്തിന് മുമ്പ് വിഷക്കുപ്പിയും പോക്കലിട്ടാണ് ദേവന നടന്നത് തന്നെ. ജാനകി ചേച്ചത് വാങ്ങിച്ചെടുക്കാൻ കുറെ പരിശ്രമിച്ചതാ, പക്ഷെ ദേവട്ടം കൊടുത്തില്ല. കല്യാണം നടക്കാഞ്ഞത് കാരണം ഇനി ഇങ്ങനൊന്നും ചെയ്യില്ലെന്നാ കരുതിയ. ഇപ്പത്തെ വൈദേഹി ചേച്ചി മരിച്ചു പോയെന്ന് അറിഞ്ഞപ്പോ ആ വിഷം എടുത്ത് കഴിച്ചതായിരിക്കും തോന്നുന്നത്. കണ്ണ് തെറ്റിയതും പോയല്ലോ. ഇന്നെങ്ങനെങ്കിലും അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്നെ കൊല്ലാൻ ആരയാളെ ഏൽപ്പിച്ചെന്ന് എനിക്കറിയണം. എവിടെ കറങ്ങിയാലും അവസാനം വീട്ടിലേക്ക് വരുമല്ലോ. അയാൾ വരുന്നത് വരെ വീട്ടിൽ തന്നെ കാത്തു നിൽക്കാം. ഇന്നെങ്ങനെങ്കിലും എന്റെ അച്ഛനും അമ്മ ആരാന്നറിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവും. ഹലോ ജാനകി, എന്തു പറ്റി വിനയാ? ജാനകി എവിടെ പോയതാ? ഞാനൊന്ന് പുറത്തേക്ക് വന്നതാ. എന്താ കാര്യം പറഞ്ഞേ? ജാനകി ചേച്ചി നമ്മുടെ ദേവൻ ചേട്ടൻ വിഷം എടുത്ത് കുടിച്ചു. എന്താ നീ പറഞ്ഞത് വിനയ? സത്യോ ജാനകി ചേച്ചി, കുറച്ചു മുന്നേ പോലീസുകാരെ വീട്ടിൽ വന്നിട്ട് വൈദ്യ ചേച്ചി മരിച്ചു പോയെന്ന് പറഞ്ഞിട്ടാ പോയത്. വൈദേഹിൻ ആര് കൊല്ലാനാ വിനയ? അവരെന്താ അസംബന്ധമായി പറഞ്ഞ്? സത്യോ ജാനകി ചേച്ചി, വൈദ്യ ചേച്ചി മരിച്ചു പോയെന്ന് അറിഞ്ഞതും വിഷമം സഹിക്കാൻ വയ്യാതെ വിഷം എടുത്ത് കുടിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാ. ചേച്ചി വേഗം ഒന്ന് അങ്ങോട്ട് വന്നേ. അയ്യോ, ഇതെന്താ? ഓട്ടോ, ഒരു ഓട്ടോ വേണമായിരുന്നു. ദേവേട്ടൻ ഇങ്ങനൊരു അവിവേകം കാണിക്കുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. കല്യാണത്തിന് അന്ന് തന്നെ ദേവേട്ടൻ വിഷം കഴിക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജാനകി ചേച്ചി ദേവേട്ടന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതാ വിഷം കഴിക്കാത്ത. എന്തെന്നാടാ നീ പറയുന്നത്? സത്യം തോന്നി. വൈദേഹി ചേച്ചി വന്നില്ലെങ്കിൽ വിഷം കഴിക്കുമെന്ന് പറഞ്ഞ് വിഷക്കുപ്പി പോക്കറ്റിൽ ഇട്ടോണ ദേവേട്ടൻ നടന്ന്. ഭാഗ്യം കൊണ്ട് കല്യാണം നടന്നില്ല. ഇനി ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാ വൈദ്യ ചേച്ചി മരിച്ചു എന്ന് പോലീസുകാർ വന്ന് പറഞ്ഞു. അത് കേട്ടാ പിന്നെ ദേവേട്ടൻ ജീവനോടെ ഇരിക്കുവോ? ദയവ് പേടിക്കാതിരിക്കെ, പ്ലീസ് റിലാക്സ്. വീര്യം കൂടിയ പോയിസൺ ആണത്. ബോഡിയിലെല്ലാം തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഞങ്ങളാൽ ആവുന്ന വിധം ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്.
കരയാതമ്മേ, പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. എന്താ അമ്മ ഇത്? അമ്മ ഇങ്ങനെ തകർന്നാ പിന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യും? അമ്മേ, ദേവേട്ടന് ദേവേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛൻ പറ, ദേവേട്ടന് എന്താ പറ്റി? ഇന്ദുമ്മയെങ്കിലും പറ, ദേവേട്ടന് എന്താ പറ്റിയ? പറ ഇന്ദുമ്മേ. എന്താ പറ്റിയെന്ന് പറ. വൈദേഹി മരിച്ചുപോയെന്നറിഞ്ഞപ്പോ വിഷം കഴിച്ചതാ. ചേച്ചി എന്തേ പറയുന്നേ? വൈദേഹി എപ്പോഴാ മരിച്ചത്? അത് കേട്ട് ദേവേട്ടൻ വിഷം കഴിക്കോ? വൈദേഹി ജീവനോടെ ഉണ്ട്, അത് ദേവേട്ടനെ അറിയാലോ. പിന്നെന്തിനാ വിഷം കഴിച്ച്? വേറെ എന്തോ കാര്യമുണ്ട്. എന്നോട് പറ ഊർമിളേച്ചി, എന്നോട് പറ, സത്യം പറ. എന്ത് സംഭവിക്കാൻ? ശരീരം മുഴുവൻ പോയിസൺ സ്പ്രെഡ് ആയിന്ന ഡോക്ടർ പറഞ്ഞ്. വിഷം കഴിക്കാതെ ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയോ? അതെങ്ങനെയാ വൈദേഹി മരിച്ചെന്ന് പോലീസ് പറയുമ്പോ നീ ഇല്ലെന്ന് പറയുന്നേ? ദേ നോക്ക്, ഇതുപോലെ നിന്റെ ഓരോ വാക്കുകൾ കേട്ടിട്ട് ദേവേട്ടൻ ഇതൊക്കെ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഇന്ന് കണ്ടോ, ഇൻസ്പെക്ടർ വന്ന് മരിച്ചുപോയെന്ന് പറഞ്ഞ തെളിവുകൾ കാണിച്ചപ്പോ അത് കേൾക്കാൻ പോലും ദേവേട്ടന് ശക്തിയില്ല. ക്ഷമിക്കണം വർമ്മേ, താങ്കളുടെ മരുമകളെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. ദേവേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നീയാ കാരണം. ദേവേട്ടൻ പോയിസൺ ബോട്ടിൽ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് നീ അറിഞ്ഞിട്ടും അത് ആരോടും നീ പറഞ്ഞില്ല. അത് അപ്പോഴേ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ദേവേട്ടൻ ആ വിഷം കഴിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. ദേവേട്ടൻ വിഷം കഴിച്ചതായിരിക്കില്ല. ഇങ്ങനൊരു ഭീരുത്വം ദേവേട്ടൻ ഒരിക്കലും കാണിക്കില്ല. മിണ്ടിപ്പോവില്ല. അവൻ പോയിസൺ ബോട്ടിലും കൊണ്ട് നടക്കാന്നറിഞ്ഞിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ പിന്നെ ഏത് വകുപ്പില നീ ഇതൊക്കെ പറയുന്നേ? കാര്യത്തിന്റെ ഗൗരവം വല്ലതെന്ന് നിനക്കറിയോ? ആ വൈദേഹി ഇത് പറഞ്ഞ അവന് ഭ്രാന്താ. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച അതിന് കാരണക്കാരി നീയായിരിക്കും. നീ എന്താ ഈ പറയുന്നത് കൗസല്യെ? വല്ല ഓർത്തോണ്ടാണോ?
പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമാണോ ഇത്? ഇന്ന് എന്റെ മോൻ ഇങ്ങനൊരു അവസ്ഥയിലായതിന് നീ എല്ലാരും കാരണക്കാരാ. മാളവികയെ കെട്ടിച്ചു കൊടുക്കണമെന്നുള്ള വർത്താനം ഉണ്ടായില്ലായിരുന്നെങ്കിൽ വൈദേഹി എങ്ങോട്ടും പോവില്ലായിരുന്നു. അവക്കൊന്നും പറ്റാതിരുന്നിരുന്നെങ്കിൽ എന്റെ മോനെ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. എന്തുമ്മേ, ഞാൻ പറയുന്നത് വിശ്വസിക്ക്. വൈദേഹി മരിച്ചിട്ടില്ല എന്തുമ്മേ. ദേവേട്ടൻ വിഷം കഴിച്ചതുമല്ല, വേറെ എന്തോ ആണ് സംഭവിച്ചത്. അതെ അച്ഛ, ദേവേട്ടന് ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഡോക്ടറോട് പറയച്ച, പറയച്ച, പ്ലീസ് അച്ഛ. വൈദേഹിയുടെ കഥ കഴിഞ്ഞ സ്ഥിതിക്ക് അവൾ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. ഇനി പുറത്താക്കേണ്ടത് ഇവളെയാ. മാഡം, മാഡം എന്തിനാ വിളിപ്പിച്ചേ? ദേവേട്ടൻ വിഷം കഴിച്ചു സാഗർ. ഹോസ്പിറ്റലിൽ കിടക്കും ഇപ്പൊ. കണ്ടീഷൻ ക്രിട്ടിക്കൽ ആണെന്നാ പറഞ്ഞേ. അയ്യോ, ഇനിയിപ്പോ എങ്ങനാ മാഡം? മാഡം അവനെ കല്യാണം കഴിച്ച് അവിടുത്തെ മരുമകളായിട്ട് സ്വത്ത് മൊത്തം കൈക്കലാക്കുമെന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയത്? സ്വത്തിന് വേണ്ടിയാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. അനന്തരവളാണെന്ന് തെളിയിച്ചാൽ മാത്രം മതി. പകുതി സ്വത്ത് എന്റെ കയ്യിലിരിക്കും. പക്ഷേ ദേവനെ കണ്ട നിമിഷം മോഹിച്ചു പോയതാ. അവൻ എന്റെ മാത്രം സ്വന്തമാവണം. ദേവന്റെ ഭാര്യ വൈദേഹി തന്നെയാണ് അനന്തരവളെന്ന് അറിഞ്ഞപ്പോ ആ തടസ്സം ഞാനങ്ങ് മാറ്റിക്കളഞ്ഞു. ദേവന്റെ ഭാര്യ അനന്തരവള് ഞാൻ മാത്രമായിരിക്കണം. എന്നാ പിന്നെ അത് എപ്പോഴേ കഴിഞ്ഞതാ മാഡം. വൈദേഹി മരിച്ചു പോയല്ലോ. പക്ഷേ ആ ജാനകി അവിടെ അനന്തരവളായിട്ട് അഭിനയിച്ച് തകർക്കല്ലേ. ആ ജാനകിയും കൊല്ലാൻ നമ്മളെ പ്ലാൻ ഇട്ടതല്ലേ. എന്ത് ചെയ്യാനാ, സ്കെച്ച് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതിന്ന് തന്നെ നടന്നിരിക്കണം. ജാനകിയും കൂടെ ഇല്ലാതായി കഴിഞ്ഞാ ദേവൻ ജീവനോടെ പുറത്തു വരുമ്പോ ഞാനായിരിക്കും ഭാര്യ. അല്ലെങ്കിൽ പകുതി സ്വത്തിൽ മാത്രം ഒതുങ്ങേണ്ടി വരും. അവളെ എങ്ങനെയെങ്കിലും കൊല്ലണം സാഗറെ. എങ്ങനെ പ്ലാൻ ചെയ്യാൻ മാഡം? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. പ്ലാൻ സിമ്പിൾ. മരണക്കിടക്കയിൽ കിടക്കുന്ന ദേവൻ തന്നെ ജാനകിയുടെ മരണത്തിന് കാരണമാവണം. മനസ്സിലായല്ലോ എല്ലാം? ഓക്കെ ഓക്കെ മാഡം, ഇനി എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്ന് വെച്ചാ നീ പറയുന്നത് പോയിസൺ ബോട്ടിൽ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് ആത്മഹത്യ ചെയ്യാ? പിന്നെ എന്തിനാ അതുകൊണ്ട് നടക്കുന്നേ? അയ്യോ എടി, നിന്റെ തല എന്താ ഇങ്ങനെ തിരിഞ്ഞു പോയേ? അല്ല, ഞാൻ എന്തിന് പോയിസൺ കഴിക്കണം ജാനകി? വൈദേഹി ജീവനോടെ ഉള്ളിടത്തോളം കാലം എന്റെ ഈ ജീവൻ ഒരു ആപത്തും ഉണ്ടാവാൻ പോകുന്നില്ല. അവൾ ഇല്ലാതാകുന്ന അടുത്ത നിമിഷം പിന്നെ എന്റെ ജീവൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എനിക്കെന്തോ പറ്റിയെന്ന് കരുതി ദേവേട്ടൻ വിഷം കഴിച്ചതാന്നാ എല്ലാവരും കരുതിയേക്കുന്നെ. പക്ഷെ എനിക്കറിയാം ദേവേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. ദേവേട്ട, വൈദേഹി ഇവിടെ ഉള്ളപ്പോ ദേവേട്ടന്റെ ജീവൻ ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. ഞാനുണ്ട് ദേവേട്ട. ദേവേട്ടന് ഒന്നും പറ്റില്ലെന്ന് എനിക്കറിയാം. ഇവിടെ മറ്റെന്തൊക്കെയോ നടന്നിട്ടുണ്ട്.
ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? ജസ്റ്റ് നൗ മാളവിക അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്താ പറഞ്ഞേ? സത്യാണോ? ദേവൻ പോയെന്ന് പറഞ്ഞതും വാവിട്ട് കരയോന്നാ വിചാരിച്ചെ. ഇതെന്താ നീ സത്യാണോന്ന് എത്ര കൂളായിട്ടാ ചോദിച്ചേ. അവളെ നോക്ക്. കിട്ടിയ തക്കത്തിന് അഭിനയിച്ച് തകർക്കുക അവള്. ശരിക്കും താലി കെട്ടിയ ഭർത്താവാന്ന് തോന്നിപ്പോവും. എന്നാ നിനക്കിവിടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നില്ല. ഒരു ബന്ധവും ഇല്ലാത്ത പോലെ. രണ്ടും രണ്ട് ധ്രുവത്തിലാണല്ലോ. എന്താ ചേച്ചി, എന്നെ സംശയിക്കുവാണോ? ഞാൻ സംശയിക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവരുടെ കണ്ണൊക്കെ നിന്റെ നേർക്ക. കരച്ചില് വരുന്നില്ലെങ്കിലും ഹൃദയം പൊട്ടുന്ന പോലെ അഭിനയിച്ച് കാണിക്കും. ഡോക്ടർ, ദേവേട്ടൻ എങ്ങനെയുണ്ട്? പറയോ? ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ശ്രമിച്ചു. എന്നാൽ ഇപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തന്നെയുള്ളൂ. ഡോക്ടർ, എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്ത് തന്നെ ചെയ്തിട്ടായാലും എനിക്ക് അവന് ജീവനോടെ വേണം ഡോക്ടർ, പ്ലീസ്. ബോഡി മൊത്തം പോയിസൺ സ്പ്രെഡ് ആയിട്ടുണ്ട്. ആന്റിവനം കൊടുത്തിട്ടുണ്ട് ഇപ്പോ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ബോധം തെളിഞ്ഞിട്ടില്ല ഇതുവരെ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. നിങ്ങള് ഭാരം ദൈവത്തെ ഏൽപ്പിക്കാം.